ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചിന്തയിൽ വ്യക്തത വന്നാലേ ഒരു പ്രോജക്റ്റ് തുടങ്ങാനാകൂ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും മറിച്ചാണ് സംഭവിക്കുന്നത്. അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഓപ്പൻഹൈമർ പ്രോജക്റ്റ് ആരംഭിച്ചപ്പോൾ ഒരു വ്യക്തതയും ഇല്ലായിരുന്നു. എല്ലാം പുക സമാനം, അവ്യക്തം. ഐൻസ്റ്റീൻ ജീവിച്ചിരുന്ന കാലമാണത്. അദ്ദേഹത്തോട് അല്പം എന്തെങ്കിലും വ്യക്തത കിട്ടാൻ വേണ്ടി ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ റിലേറ്റിവിറ്റി തിയറിക്ക് ഈ പ്രോജക്റ്റിൽ എന്തെങ്കിലും സഹായമാകുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് കാര്യമായ ഉത്തരം ഒന്നും കൊടുക്കാനായില്ല. അങ്ങനെ ആകെ ഒരു അവ്യക്തതയിൽ നിന്നാണ് പ്രോജക്റ്റ് ആരംഭിച്ചതും വിജയകരമായി അണുവായുധം കണ്ടുപിടിച്ചതും. പശുവിൻ്റെ കിടാവ് പശുവിനോട് ചോദിച്ചു, എങ്ങനെയാണ് നടക്കാൻ പഠിക്കുക? ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇടത് കാലിൽ തുടങ്ങണോ, വലത് കാലിൽ കൊണ്ടുവേണോ? അതോ ആദ്യം മുൻകാലുകളും പിന്നീട് പിറകിലെ കാലുകളും ഉപയോഗിക്കണോ? മുന്നിലും പിറകിലുമുള്ള കാലുകൾ മാറി മാറി ഉപയോഗിച്ചാലോ? മുന്നിലുള്ള കാലുകൾ ആദ്യം വയ്ക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? അമ്മ എങ്ങനെയാണ് നടക്കാൻ തുടങ്ങിയത്? പശു മറുപടി പറഞ്ഞു, ഞാൻ ഇത്രയൊന്നും ആലോചിച്ചില്ല, എഴുന്നേറ്റ് നടന്നു, അത്ര തന്നെ. വിചാരങ്ങളും വിചിന്തനങ്ങളും പ്രവൃത്തികൾ വൈകിപ്പിക്കുന്നതിന് വേണ്ടിയാകരുത്. എല്ലാറ്റിനും ചിന്തിച്ച് പരിഹാരമുണ്ടാക്കിയ ശേഷം ഒന്നും തുടങ്ങാനാകില്ല. പല കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പും ചെയ്യുന്നതിന് ശേഷവും അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരവും ലഭിക്കില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസമാണ് അവ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള രേഖകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം. ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ എല്ലാവരും ഭയക്കും. ആരെങ്കിലും ചെയ്തു തുടങ്ങിയ കാര്യം അതിൻ്റെ 10 മടങ്ങ് വൈവിധ്യത്തിൽ മറ്റാരെങ്കിലും തുടരും. ചിന്തിച്ചു കൂട്ടിയ പ്രയോജനരഹിതമായ ആശയങ്ങളുടെ മുകളിൽ അടയിരുന്നാണ് പലരുടെയും കാലുകൾക്കും ചിറകുകൾക്കും ബലം നഷ്ടപ്പെട്ടത്. ചിന്തകളില്ലാത്തവരുടെ ചോദ്യങ്ങൾ പ്രവർത്തനക്ഷമമായവയെയും നിർജീവമാക്കും. ചിന്തകൾ ഉള്ളവരുടെ ചോദ്യങ്ങൾ നിർജീവമായവയെയും പ്രവർത്തന സജ്ജമാക്കും.